ലോറി ഉടമ മനാഫ് നമുക്കൊപ്പം ചേരുകയാണ്. മനാഫ്, എന്താണ് നിലവിലത്തെ സാഹചര്യം? ഈ തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ടോ? നേരത്തെ 9 മണിക്ക് നിർത്തും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്താണ് സാഹചര്യം? അത് മനാഫ് അല്ല, മനാഫിന്റെ ബ്രദറാണ്, അൽഫാണ്. ശരി, അൽഫ് പറഞ്ഞോളൂ. ഇപ്പം അത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം രാത്രി മഴ പെയ്തപ്പോഴേ മഴ പെയ്തിട്ടില്ല, മഴ പെയ്യും വിചാരിച്ചിട്ട് അവര് നിർത്തിയിട്ടുണ്ട്. രാത്രി ദുഷ്കരാന്നാ പറയുന്നത്. അവിടെ ഇങ്ങനെ എപ്പോഴും മണ്ണിടിയുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോ ഉള്ളത്? അതാണ് ഒരു പ്രാവശ്യം ഇടിഞ്ഞെന്ന് പറഞ്ഞവര്. അതുകൊണ്ട് അത് ആ മണ്ണ് അങ്ങനെ ഇടിയുന്ന ഒരു സ്ഥലമൊന്നും അല്ല, പക്ഷെ മാക്സിമം മണ്ണ് ഒന്നും കൂടി ഇടിഞ്ഞു പോകുന്നത്. ആ ഒരു കാരണം പറഞ്ഞാണ് ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുള്ളത് അല്ലേ? പക്ഷെ തെരച്ചിൽ തുടരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടില്ലേ? ഓ, അപ്പോൾ എന്താണ് ഈ ഒരു സാഹചര്യമാണ് അവര് കാരണമായി പറയുന്നത് അല്ലേ? രാത്രിയാണ് പ്രശ്നം. രാത്രിന്റെ ഒരു പ്രശ്നമുണ്ട്. രാത്രി റിസ്ക് ആണെന്നാ പറയുന്നത്. നേരത്തെ SP അവിടെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നല്ലോ. അൽഫും മനാഫും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് SP പറയുന്നത്? രാത്രി മാക്സിമം കഴിയുന്നത് ശ്രമിക്കാന്ന് പറഞ്ഞു. കഴിഞ്ഞ് ബാക്കിയുള്ളത് പ്രാർത്ഥിക്കാനാ പറയുന്നത്. വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ലെവലിലാ പറയുന്നത്. ഇനിയിപ്പോ രാവിലെ 5 മണിക്ക് തുടങ്ങുന്നൊക്കെ പറഞ്ഞു രാവിലെ. നേരത്തെ മനാഫ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ ലോറിയുടെ ഷേപ്പിൽ മണ്ണ് കിടക്കുന്നു എന്ന തരത്തിലൊരു സൂചന നൽകിയിരുന്നു. അതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? ഇല്ല, അതിന് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അൽഫ, ഒരു കാര്യം കൂടി, ഈ മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ച് ഉള്ള പരിശോധനയാണോ ഇതുവരെ നടന്നത്? അത് ആദ്യം നടന്നു. നടന്നിട്ട് അവർക്ക് ആകെ 2 ഫൂട്ട് അതിന് നീളമുള്ളൂ. ഡിറ്റക്ട് ചെയ്യുന്ന മെഷീന്റെ ലെങ്ത് ആകെ 2 ഫൂട്ട് നീളമുള്ളൂ. ഒരു 10 ഫൂട്ടെങ്കിലും നീളമുള്ള സാധനം കൊണ്ട് ചെക്ക് ചെയ്താലുള്ള അത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ലൊക്കേറ്റ് ചെയ്ത ഭാഗത്ത് തന്നെയാണ് അവര് വൈകിട്ട് തിരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഭയങ്കര ഇരുടായപ്പോ നിർത്തിയതാ. എന്താണ് പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ അൽഫിനോടും അർജുന്റെ കുടുംബത്തോടും ഒക്കെ പറയുന്നത്? ഈ മണ്ണിനടിയിൽ തന്നെ അർജുൻ ഉണ്ട് എന്ന് തന്നെ അല്ലേ? അല്ല, അത് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. ഇപ്പം പുള്ളിനിപ്പം വണ്ടിന്റെ ഇറങ്ങിയിട്ട് പുറത്തേക്കിട്ട് ഇറങ്ങിയിട്ട് ആ സമയത്താണ് എന്താ സംഭവിച്ചത് നമുക്കൊന്നും പറയാൻ പറ്റൂല. വണ്ടിന്റെ അകത്തുണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. അതെ. ഇപ്പം അൽഫും മനാഫും അതോടൊപ്പം അർജുന്റെ കുടുംബവും ഒക്കെ ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ടോ? ഇല്ല, നമ്മളിവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. അവന്റെ പുള്ളിയുടെ അനിയനുണ്ട്, എന്റെ അടുത്തുണ്ട്, അനിയനുണ്ട്, ലോറിന്റെ ഓണറുണ്ട്, മുബീൻ. അപ്പം ഒന്നുമില്ല, നിങ്ങളൊന്ന് ലൈവാക്കി വെക്ക്. കാരണം നാളെയും കൂടി ഉള്ളൂ നമുക്ക് സമയം. നാളെ ഒരു ടീം കേരളത്തിൽ നിന്ന് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെ, നമ്മൾ എന്തായാലും ഉറപ്പായും ഞങ്ങൾ മാധ്യമങ്ങൾ വാർത്തയോടൊപ്പം തന്നെ ഉണ്ടാവും. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാധ്യമങ്ങളുടെ ഈ വാർത്ത തന്നെയാണ് സഹായിച്ചത്. അതിനുശേഷമാണല്ലോ അവിടെ കാര്യക്ഷമമായി പ്രവർത്തനങ്ങളൊക്കെ നടന്നത് അല്ലേ അൽഫ? തീർച്ചയായും. അതിനുശേഷം തന്നെയാണ് അത് ഇത്രയും ഒരു നമ്മൾ അതിലേക്കൊന്ന് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ ഇപ്പൊ ഈ നിർത്തിവെക്കുന്നു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? തൽക്കാലം ഉറപ്പിച്ചു കഴിഞ്ഞു. അവിടുന്ന് സംഘം പിന്മാറി തുടങ്ങിയോ? അല്ല, ഞങ്ങളെ അവിടുന്ന് വൈകിട്ട് ഒരു 2 മണിക്കൂർ മുന്നേ പോലീസുകാർ അവിടുന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ ടൈം എത്രയായി? 9. 2 മണിക്കൂർ 2.5 മണിക്കൂർ മുന്നേ നമ്മൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്താ ശേഷം നടന്ന റെസ്ക്യൂ എന്തൊക്കെ നടന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പോലീസ് പറഞ്ഞത് എന്താ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ ഉണ്ട്, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവര് ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. നാളെ രാവിലെ 5 മണിക്ക് ഇനിയും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് പറയുന്നതാണ്. ഇപ്പൊ എന്തായാലും ഇരുടായിരിക്കും, ചിലപ്പോ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടായിരിക്കും തുടങ്ങുക. എന്തായാലും രാവിലെ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ തരാൻ പറ്റും. തീർച്ചയായും. അൽഫ, ഒരു കാര്യം കൂടി, അതായത് നേരത്തെ നമുക്കറിയാം നമ്മളുടെ ഒരു അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യക്ഷമമായി ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിച്ചത്. അതിനുശേഷമുള്ള രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തി ഉണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയായിരുന്നു പിന്നീടുള്ള രക്ഷാപ്രവർത്തനമൊക്കെ? നേരത്തെ നമുക്കറിയാം ഒരു 4 JCB ഒക്കെ വെച്ച് മാത്രം മണ്ണ് മാന്തുന്ന മന്ദഗതിയിലുള്ളൊരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്.
ഇപ്പോൾ ഇതുവരെ എങ്ങനെയുണ്ടായിരുന്നു? JCB തന്നെയുള്ളൂ. അത് നമുക്ക് തീരെ തൃപ്തിയില്ലല്ലോ. അത് കാരണം എന്താന്ന് വെച്ചാൽ അത് ഒരു 4 മണിയാവുമ്പം ഒന്നതിന്റെ മുകളിൽ 2 മാന്തല് മാന്തി പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു 6 മണി 7 മണിയാവുമ്പോ കുറച്ച് ആളുകൾ വന്ന് രണ്ടാമതും ഇത് മാന്തി പിന്നെ അപ്പം തന്നെ നമ്മളെ പുറത്താക്കി പിന്നെ സ്റ്റോപ്പ് ചെയ്തെന്നുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതെ, അൽഫും മനാഫും അർജുന്റെ കുടുംബത്തോട് സംസാരിച്ചോ? വളരെ മോശമാണ് കാര്യം. അതെ അതെ.